പറഞ്ഞ് ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ് ഗൈസ്. ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞത് 13th of May. ഇന്ന് നൈറ്റ് 10:30 ഫ്ലൈറ്റ് കേട്ടോ ഫ്രം മസ്കറ്റ്. അപ്പോൾ ഇന്ന് നല്ല വിഷമമുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം ശ്രീകൊണ്ടല്ലാണ്ട് ഞാൻ നാട്ടിലങ്ങനെ നിന്നിട്ടില്ല കല്യാണത്തിന് ശേഷം. അന്നേരം ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ എയർപോർട്ടിലേക്ക് ആക്കാൻ വരുന്നത് വിന്നു എത്തേട്ടനുമായിരുന്നേ. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലഗേജിൻ്റെ ഒന്നും ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ശ്രീകുട്ടനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ശ്രീകുട്ട നിനക്ക് വിഷമമുണ്ടോ ഞാൻ പോകുന്നതിന്? ശ്രീകുട്ടൻ പറയേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വിഷമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 7 o'clock ഒക്കെ ആണെങ്കിലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ പുറത്ത്. എനിക്കാണെങ്കിൽ ഈ ചൂടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് നേരത്തെ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് എനിക്കൊന്നൊരു 1/2 hour മതി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് വട്ടം ഇത് കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോഴൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ലഗേജൊക്കെ വിടാനുള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നു. എനിക്കാണെങ്കിൽ അങ്ങ് വിഷമമായിട്ട് വയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഓക്കെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, അമ്മുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും ശ്രീധനില്ലാത്തതിൻ്റെ ഭയങ്കര വിഷമം എനിക്കുണ്ടായിരുന്നേ. പൊട്ടതും പോയി പണ്ടതും പോയി ഫോട്ടും കിട്ടി അയലേസാ. അങ്ങനെ അവരുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. ഡ്യൂട്ടി ഫ്രീ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എയർപോർട്ടിനുള്ളിൽ എല്ലായിടത്തും റേറ്റ് കൂടുതലാണ്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു എന്താ കഴിച്ച ട്വിസ്റ്റർ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ട്വിസ്റ്റർ ബോക്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, അത് കഴിച്ചു. പിന്നെ അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്നു. ടൈം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിലേക്ക് പോയി. ഗേറ്റ് അപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ താഴെ പോയിരുന്നു. ആക്ച്വലി എൻ്റെ ഫ്ലൈറ്റ് ഇപ്രാവശ്യം ഭയങ്കര ഡിലേ ആയിരുന്നേ. അത് 10:30 എടുക്കേണ്ട ഫ്ലൈറ്റ് ഏകദേശം എടുത്തപ്പോഴത്തേക്കും ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇരുന്നിരുന്ന മുഷിപ്പായിപ്പോയി. കാരണം ഞാൻ നേരത്തെ എത്തും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഭയങ്കര മുഷിപ്പായിപ്പോയി. പിന്നെ ഫ്ലൈറ്റ് കയറി നമ്മൾ സീറ്റൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻഡോ സീറ്റ് തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കേട്ടോ. കാരണം അതാണ് എനിക്കൊന്ന് ഉറങ്ങാനൊക്കെ ഒന്ന് കംഫർട്ടുള്ളത്. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഭയങ്കര ഒരു വിഷമം. സാധാരണ ഇല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ അങ്ങ് ഉറങ്ങുന്നതാണ്. ഈ പ്രാവശ്യം ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, മധുവിധു. അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ അങ്ങനെ തന്നെ കുറച്ച് നേരം ഗെയിം കളിച്ചു. അങ്ങനെ കുറേ സമയം അങ്ങനെ ഞാൻ കളഞ്ഞു. പിന്നെ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് അലക്കേറ്റ് എത്തിയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ വിൻഡോ ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറത്തെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുമാതിരി ഒട്ടും ക്ലീൻ ഉണ്ടായിരുന്നില്ല. വിൻഡോസ് ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല. പിന്നെ എത്താറായപ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോം കിട്ടുന്നുണ്ട്. കാരണം എംബോള വൈറസിൻ്റെ ഇതുകൊണ്ട് എവിടുത്തെ ഗവൺമെൻറ് തരുന്നതാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ കറക്റ്റ് ടൈമിലല്ല ലാൻഡ് ചെയ്തത്. ഒബ്വിയസ്ലി നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലാൻഡിങ്ങും ലേറ്റായി.
3:20 ലാൻഡ് ചെയ്യേണ്ടത് ഒരു 3:40 ഒക്കെ ആയപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴുള്ള പോലെ തന്നെ എൻ്റെ ലഗേജ് കിട്ടാനും വൈകി. മൊത്തത്തിലൊരു വൈകലായിരുന്നു ഇപ്രാവശ്യം. ലഗേജൊക്കെ കിട്ടി. പപ്പയും അമ്മയും അമ്മും ആയിരുന്നു എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. സൈമാമനും ഉണ്ടായിരുന്നേ. അപ്പം നമ്മളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ചെറുത്തിൻ്റെ കാര്യം പറയേണ്ട, അവിടെയും ബ്ലോക്ക്. അങ്ങനെ ഇന്ന് ടോട്ടൽ ഫുള്ളൊരു ബ്ലോക്കിലാണ് ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ വയനാട് താമരശ്ശേരി ചുരം. അങ്ങനെ ചുരമൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു കട്ടൻ ചായയും കുടിച്ചു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ടയേർഡായിട്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. I hope you enjoyed this video. If you like the video, please like, share and subscribe my YouTube channel. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. Bye.